ശരി, ക്രിമിനൽ കൂട്ടമോ എന്ന ചോദ്യത്തിന് ക്രിമിനൽ കൂട്ടമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് ഇവിടെ മേധാവിത്വം എന്നുള്ളതാണ്, കോൺഗ്രസിനകത്ത് അവർക്കാണ് മേധാവിത്വം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന പ്രവണത. നമുക്കറിയാം, ഈ വാർത്ത എന്നുള്ളത് സമാനതകളില്ലാത്ത സംഭവമാണ്. ഈ വാർത്ത ആദ്യം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നീട് എല്ലാ മാധ്യമങ്ങളും അത് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ശബ്ദരേഖ കൊടുക്കാനുള്ള ധൈര്യം കാട്ടിയെന്നിടത്താണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശത്രുപക്ഷത്താവുകയും ചെയ്യുന്നത്. അതിനുശേഷം തുടരെ തുടരെ എത്ര കോളുകൾ നമുക്ക്, എത്ര പേർ വെളിപ്പെടുത്തലുമായി വന്നു, കൊടുക്കാൻ പറ്റാത്തതും സങ്കടം പറയാൻ വിളിച്ചതുമായിട്ടുള്ള കോളുകൾ. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വം വി.ഡി. സതീശൻ ഈ കൂടെ കൊണ്ടു നടന്നിരുന്ന നേതാവ് നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായ നടപടി എന്ന് പറയുന്നു. ആ നടപടി എന്ന് പറയുന്നത് ആദ്യം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റുകയായിരുന്നു. അത് 24 മണിക്കൂറിൽ വന്നു, ശരിയാണ്. അതിനുശേഷം പറഞ്ഞു സമാനതകളില്ലാത്ത ഒരു തീരുമാനം കോൺഗ്രസ് ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ് എന്ന് തെളിയിക്കുമെന്ന്. അങ്ങനെയാണ് ഈ സസ്പെൻഷൻ വരുന്നത്. സസ്പെൻഷനിൽ വന്ന് ഒരു പരിപാടികളും പങ്കെടുക്കാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തെ നിർവീര്യമാക്കുന്നു എന്ന നിലപാട് വി.ഡി. സതീശൻ ശക്തമായി അവിടെ പ്രതികരിച്ചു പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? നിർവീര്യമാക്കി എന്നിടത്തു നിന്നും കൂടുതൽ ഉദ്ധത വീര്യത്തോടുകൂടി ഒരു സംഘം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീമായി ഒരു സംഘം തുടർച്ചയായി കടന്നൽ കൂട്ടമായി ആക്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതാരെയാണ് ആക്രമിക്കുന്നത്? ഇതിനകത്തു നിന്ന് തന്നെ ശക്തമായി പ്രതികരിച്ച വനിതാ പ്രവർത്തകർ, വനിതാ നേതാക്കൾ. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ ഇങ്ങനെ ഒരു നേതാവ് വേണ്ട എന്നാണ്, നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ഇങ്ങനെ ഒരാൾ വേണ്ട എന്നാണ്. അങ്ങനെ പ്രതികരിച്ച നേതാക്കളെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണയുണ്ട്, താര ടോജോ അലക്സ് ഉണ്ട്, അങ്ങനെ പേരുകൾ പറയാത്ത ഒരുപാട് പേർ യൂത്ത് കോൺഗ്രസിനകത്ത്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്, അതിനകത്തുനിന്ന് വനിതാ നേതാക്കൾ പ്രതികരിച്ചു. ആ പ്രതികരിച്ചവർക്കെതിരെ ആക്രമണം നടക്കുകയാണ്. ഇതിപ്പോൾ ആരാണ് ചെയ്യുന്നത്? അവരും കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരണം. ഈ ശബ്ദരേഖ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? അവർക്ക് എതിർപ്പുള്ളത് കൊണ്ടാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഈ പ്രവണത ഇത്രയും കാലം അവർ സഹിച്ചു നിൽക്കുകയായിരുന്നു എന്ന് കൂടി ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവർക്കിപ്പോൾ പറയാനൊരു സ്പേസ് ഉണ്ടായിരിക്കുന്നു, പുറത്തു വരാനുള്ള സ്പേസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇതെന്തു തരം പ്രവണതയാണ്? ഇത് ഇവർക്കാണോ ആധിപത്യം? ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇന്നിപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് നടന്ന ആക്രമണം, കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും അതോടൊപ്പം വടകരയിൽ നടന്ന വാഹനങ്ങൾക്ക് നേരെ, നമ്മുടെ റിപ്പോർട്ടർമാർക്ക് നേരെ നടന്ന ആക്രമണം, ഇതിലൊക്കെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്ന നിലപാട്? കാരണം അവർ പറയുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരാളില്ല, ഇപ്പോൾ അയാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അയാൾ നിർവീര്യനാണ്. നിർവീര്യനായ ഒരാളുടെ അണിയാളുകളായി നിൽക്കുന്ന ആളുകൾ ആണോ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ആരുടെ നിർദ്ദേശത്താലാണ് ഇന്ന് ആ കരിയോയിൽ പ്രയോഗം നടന്നിരിക്കുന്നത് തൃശ്ശൂർ ഓഫീസിലേക്ക്? ആരുടെ നിർദ്ദേശം? അതറിയണ്ടേ? അങ്ങനെ ഒരാളില്ലേ? അങ്ങനെ ഒരു നേതൃത്വമില്ലേ? അല്ലെങ്കിൽ ഞങ്ങളിത് നിഷേധിക്കും, ഞങ്ങൾ ഇതിനെ പൂർണ്ണമായും ഇതിനെ എതിർക്കുന്നു, തെറ്റാണ് എന്നൊരു അപലപിക്കൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു പ്രതികരണം എന്തുകൊണ്ട് നേതാക്കളിൽ നിന്ന് വരുന്നില്ല? അവർ ഭയപ്പെടുന്നുണ്ടോ? നമുക്കറിയാം, കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പുകളിലായി പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കൊടുക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള രാഹുൽ മാങ്കൂട്ടൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ ഏത് രൂപത്തിലാണെന്നുള്ള വാർത്ത റോഷിപാലാണ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് മുതൽ നമ്മളെ സ്കെച്ച് ചെയ്ത് വെക്കുക എന്ന രൂപത്തിൽ, റോഷിപാലിനെ സ്കെച്ച് ചെയ്ത് വെക്കുക എന്ന രൂപത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ആ ആക്രമണം പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് അങ്ങനെ വരാതെ അത് മയപ്പെടുത്തി വേറെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അത് പ്രധാന നേതാക്കളിൽ നിന്ന് നേർക്കുനേർ എന്ന രൂപത്തിലേക്ക് കണ്ടു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിനുശേഷം നമ്മൾ നിലമ്പൂരിൽ കാണുന്നു. അവിടെയും ഈ തരത്തിൽ സൈബർ അറ്റാക്കുകൾ നടക്കുമ്പോൾ കോൺഗ്രസിലെ പല പ്രധാന നേതാക്കളും അകത്ത് പറഞ്ഞിരുന്ന കാര്യം, ഇവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരെ ഭയക്കണം, അവർ നമുക്ക് ആളുകളെ കൂട്ടിത്തരുന്നതാണ്. തെറ്റിദ്ധാരണയാണ്, അവരാണ് ജനങ്ങളെ കൂട്ടിത്തരുന്നത്, തെറ്റിദ്ധാരണയാണ്. ഇത് എങ്ങനെയാണ്? ഇത് പെയ്ഡ് പരിപാടിയാണെന്ന്, ഇതൊന്നും യഥാർത്ഥ പ്രവർത്തകരല്ല. ഇതിന്നിപ്പോൾ തലസ്ഥാനത്ത് നടത്തുന്ന പ്രതിഷേധം കണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഞാൻ അവിടുന്ന് റഹീസാണ് റിപ്പോർട്ട്. റഹീസ് പറയുന്നു, ഞാൻ ഇത്ര കാലമേ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നമുക്കറിയാത്ത ആരൊക്കെയോ വന്നിട്ടാണ് അവർ പ്രസംഗിച്ച് പോകുന്നത്. അപ്പോൾ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ്, പെയ്ഡ് പരിപാടിയാണ്. ഈ പെയ്ഡ് പരിപാടി എങ്ങനെയാണ് നടക്കുന്നത്? ഇതിന് കോൺഗ്രസ് നേതൃത്വം യെസ് മൂളുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും അപലപിച്ച് രംഗത്ത് വരണമെന്നേ, പ്രതികരിക്കണമെന്നേ? എന്താണ് പ്രതികരിക്കാത്ത? എന്താണ് ഭയക്കുന്നത്? ഇതാണോ നിങ്ങൾക്ക് വോട്ട് തരാൻ പോകുന്ന ഈ 100 സീറ്റ് എന്ന പ്രതീക്ഷ നടത്തി തരാൻ പോകുന്ന ആൾക്കൂട്ടം? ഇവരാണോ? അതായത് ഒരു പെയ്ഡ് ടീം കുറേ പോസ്റ്റുകൾ ഇടുന്നു, ആ പെയ്ഡ് ടീം തന്നെ അതിന് ലൈക്ക് ഇടുന്നു, അവർ തന്നെ അത് ഷെയർ ചെയ്യുന്നു. ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോഴേക്കും ഇതിങ്ങനെ വരികയാണ്. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ അപലപിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകളാണല്ലോ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് എടുക്കുന്ന നിലപാടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിൽ പല രൂപത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? എന്താണ് വിഷയം എന്നുള്ളതാണ്. ഈ വിഷയത്തെ ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിലെ വിഷയമല്ലേ? നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? അത് സ്വകാര്യ വിഷയമല്ലേ? ഈ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വകാര്യ വിഷയമാണോ? എത്ര പേരുടെ വിഷയങ്ങളാണ് പുറത്തേക്ക് വന്നത്? സ്വകാര്യ വിഷയമാണോ? ഗർഭചിത്രം നടത്തുന്നു, ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്വകാര്യ വർത്തമാനം, അതിൽ ഒരാൾക്ക് ഗർഭചിത്രം നടത്താൻ താല്പര്യമില്ല, അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുന്നു. ആ തർക്കമാണോ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ത് തരത്തിലാണ് ചോദിക്കുന്നത്? ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ വേദന അനുഭവിച്ച് ട്രോമയിൽ കഴിയുകയാണ്.
അവർക്ക് പുറത്തേക്ക് വരാൻ ഒരു ദിവസം വരും, അവരത് പ്രതികരിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരുത്തനായി തിരിച്ചെത്തുമെന്ന് കരുതുന്ന ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, എന്താണ് ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ഈ കേരളം മുഴുവൻ ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്നവരാണെന്നാണോ? എന്താണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്? പാലക്കാട് വന്ന ക്ലബ്ബുകളിലും പരിപാടികളിലും പങ്കെടുത്ത സ്വീകരണം നൽകി കഴിഞ്ഞാൽ അങ്ങ് സ്വീകാര്യനാകുമെന്നോ? ഈ ജയിപ്പിച്ചവർ തന്നെയാണ് തോൽപ്പിക്കുക. ഇനി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പാർട്ടി കാണിക്കേണ്ടതുണ്ട്, ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ രാഹുൽ ഗാന്ധി അവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം, അത് നടത്തിയിരിക്കുന്ന ആ പ്രക്ഷോഭം, അതിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP വിഷയം ദേശീയ തലത്തിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ രാഹുൽ എന്ന രൂപത്തിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അവരവിടെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് അതിന് വഴിവെച്ചത്? അങ്ങനെ വഴിവെച്ച ഒരാളെ ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് മാർച്ച് നടത്താൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് നാളെ രാവിലെ 10 മണിക്ക്. വനിതാ തീരുമാനമായിട്ടില്ല. മഹിളാ കോൺഗ്രസ് എന്നുള്ള സൂചനകൾ നേരത്തെ കേട്ടിരുന്നു. അങ്ങനെയാണ് മഹിളാ കോൺഗ്രസ്സുകാരെ എന്ത് തരത്തിൽ നിർബന്ധിക്കുന്നുണ്ടാവണമെന്ന് ആലോചിച്ചു. അവർക്ക് എന്നിട്ട് തീരുമാനിക്കാൻ കഴിയുന്നില്ല. അതാണ്. അപ്പോൾ ഇതാണ് നമ്മളിത് കേരളം ഇതൊക്കെ കാണുന്നുണ്ടെന്ന്. എന്തൊക്കെയാണ് ശബ്ദരേഖ പുറത്തു വന്നത്? ഇതൊരു സ്വകാര്യ പരിപാടിയല്ല, സ്വകാര്യമായ വിഷയമല്ല. ഇതെന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നമ്മൾക്ക് ഒരു ഇക്കിളി വാർത്ത കൊടുത്ത് നമുക്ക് ഒരു മഞ്ഞപ്പത്രത്തിന്റെ രൂപത്തിലേക്ക് പോകാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഇതിൽ കണ്ടിൽ മനുഷ്യത്വരഹിതമായി പെരുമാറിയിരിക്കുന്ന വിഷയമാണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആ ഗൗരവം പാർട്ടി ഉൾക്കൊണ്ടു എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, ഈ നടക്കുന്ന പേക്കൂത്തുകളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അറസ്റ്റിലായ ആളുകൾ അവരെങ്ങനെയൊക്കെയാണ് പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളോട് പ്രതികരിച്ചതിൻ്റെ ശബ്ദരേഖയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ക്രിമിനലുകൾ വേണോ പാർട്ടി നേതൃത്വത്തിൽ തന്നെ? ഈ പറയുന്ന ഈ മിഥുൻ എന്ന് പറയുന്ന ആൾ, മിഥുൻ മോഹൻ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ പോസ്റ്റിൽ വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇല്ലാത്ത അധ്യക്ഷന് വേണ്ടി എന്തിനാണ് ഇവർ ഘോരഘോരം പ്രസംഗിച്ചത്? അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പരിപാടിയാണോ ഇത് എന്ന് സംശയിക്കാവുന്നൊരു കാര്യമായി ഇത് മാറുകയാണ്. ഇത് കേരളം ചർച്ച ചെയ്യും. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും കോൺഗ്രസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.